Namaste. So, welcome to this session, BPAG 171, Block 3, in the relationship between disasters and development. ഇന്നെടുക്കാൻ പോകുന്നത് യൂണിറ്റ് 9, റിഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി. അതായത് ഏത് വിധത്തിൽ ഒരു അപകടങ്ങൾ വന്നാൽ അവരെ എങ്ങനെ റീഹബിലിറ്റേറ്റ് ചെയ്യണം, വേറെ താമസിപ്പിക്കുകയെ ബിൽഡിംഗ് എല്ലാം ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീകൺസ്ട്രക്ഷൻ ചെയ്യണം, അതേമാതിരി റിക്കവറി, അതിനുശേഷം എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് യെസ്, യൂണിറ്റ് 9, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഫോർ എ ഗവൺമെന്റ്, ഓക്കെ, ദിസ് അക്യൂട്ട്ലി വാട്ട് ഹാപ്പൻ ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മുടെ ഇന്ത്യ വളരെ പിന്നിലാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, പ്ലേസിങ് ഇന്ത്യ lost among all 180 countries, assessed countries, okay, assessed countries in the world. Okay, so naturally നമ്മുടെ വളരെ നെർവ്, നമുക്ക് വളരെയധികം ജാഗ്രത വേണ്ടതാണ്. സോ ദ അസസ്മെന്റ് കാരിഡ് ഔട്ട് ബൈ യാലെ ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നല്ല ഞാൻ പറഞ്ഞതാണ്, വിത്ത് ആൻ എംഫസിസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഏത് വിധത്തിൽ തരണം ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മിറ്റിഗേഷനെ പറ്റി പറഞ്ഞു, ഹാസ് ബിക്കം എ കോൺട്രവേഴ്സ്യൽ ഫോർ പ്രിയോറിറ്റൈസിങ്. അത് എങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നീട് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രിയോറിറ്റൈസിങ്, ഓക്കെ, ദി ഫ്ലോ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എന്തെങ്കിലും അപകടങ്ങൾ പറ്റി അതിന് ഗ്യാസ്, അതേമാതിരി പൊല്യൂഷൻസ് ഫ്രം countries, while reducing the emphasis on the shock of carbon dioxide. ഓക്കെ, ഈവൻ സ്റ്റോക്ക് ഓഫ് കാർബൺ ഡയോക്സൈഡ്, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് വളരെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഫ്രം ഇൻഡസ്ട്രിയൽ കൺട്രീസ്, ദാറ്റ് ഈസ് വാർമിംഗ് ദ ഗ്ലോബ്, അമേരിക്ക, ഇന്ത്യ, ചൈന, അതേമാതിരി ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻഡസ്ട്രി വളരെ മുമ്പിൽ നിൽക്കുന്നതാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അവർ ഈ ഗ്ലോബൽ ഇതിലായിട്ട് വളരെ റോൾ ചെയ്യാണ്ട്. ഒരു ചെറിയ കാര്യം കൂടി, അതായത് ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പേ, see here one more aspect is there. See, yes, emissions from greenhouse including embedded carbon, okay, in construction materials such as cement, steel, okay, provide scope for reduction. Okay, then India has also got expanded disaggregate route. അതായത് നമ്മുടെ സോളാർ എനർജി ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കമ്മിയായിട്ടാണ്. തെർമൽ പവറിൽ ഇതൊക്കെ ഇതല്ലേ മറ്റേ കോള ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഗ്യാസ് ആകാശത്തേക്ക് എയർ പൊല്യൂഷന് കാരണമായേക്കാം. സോ ഇന്ത്യ needs to adopt a rigorous dashboard approach in indicators, okay, assigning high weight to the environment. Okay, high right environment-ന് വേണ്ടിയിട്ട് നമ്മളെ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത് പലരും പറഞ്ഞിട്ടുണ്ട്, കാരണം ഇന്ത്യ ഈസ് ഇൻ ഡേഞ്ചറസ് സോൺ ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി, ആക്ച്വലി ഇൻക്ലൂഡിങ് കോസ്റ്റൽ ബെൽറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതാണ്. ഇനി റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, റിക്കവറി ആണ് നമ്മൾ സംസാരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി ആർ 3 എസെൻഷ്യൽ കാരണങ്ങളായിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അതായത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം റീഹാബിലിറ്റേഷനും, അതായത് ഉദാഹരണം എർത്ത് കേക്ക്, അവിടെയുള്ള ജനങ്ങളൊക്കെ മണ്ണിൻ്റെ അടിപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചേർഡായിരിക്കും. അപ്പോൾ അവർ വീട് നശിച്ചിട്ടുണ്ടാവും, വീടുണ്ട് ഫ്ലഡ്, അപ്പോൾ വേറെ വീട്ടിലേക്ക് മാറ്റേണ്ടേ അവർക്ക്. അപ്പോൾ റീകൺസ്ട്രക്ഷൻ, എന്താണ് റീകൺസ്ട്രക്ഷൻ? അത് വരുന്നുണ്ട് ഡീറ്റെയിൽ, അപ്പോൾ ഞാൻ പറയാം. റീകൺസ്ട്രക്ഷൻ പറഞ്ഞാൽ നമുക്ക് എല്ലാം ബിൽഡിങ് കൊളാപ്സ്, ബ്രിഡ്ജ് ഒരു നദിയുടെ ബ്രിഡ്ജ് കൊളാപ്സ് ആയി റീകൺസ്ട്രക്ട് ചെയ്യണ്ടേ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ? ആൻഡ് റിക്കവറി, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റിക്കവർ ഫ്രം ദ, അതായത്
ഒരു അപകടം പറ്റിയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എത്ര സമയം പിടിക്കും അതും കൂടി നോക്കണം. ഇപ്പൊ ഫ്ലഡൊക്കെ കുറേ കാരണം അതെല്ലാം എടുത്തു പോവും. കാരണം കര, വീട് എല്ലാം എടുത്തു പോവും. സോ മെനി തിങ്സ് യുനോ വളരെ എക്കണോമിക് യുനോ ഡിസ്ട്രക്ഷൻ വിൽ ബി ദർ. അത് റിക്കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും. സോ പിന്നെ ദീസ് ആർ ദ ഡിസ്റ്റന്റ് ഡയറക്റ്റ് കോൺസണൻസ് വിത്ത് ദ നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, ലൊക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ, എവിടെ സംഭവിച്ചത്, പ്രപ്പോർഷൻ ഓഫ് ഡാമേജ്, എത്രത്തോളം ഡാമേജ് ഉണ്ടായി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ലോസ് എന്താണ്, ഇൻഡയറക്റ്റ് ലോസ് എന്താണ്, അവൈലബിലിറ്റി ഹോം റിസോഴ്സ്, അതായത് ഇതിനൊക്കെ അവിടെ ആളുകളുണ്ടോ, അതായത് നമുക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടോ, ലോക്കലായിട്ട് കപ്പാസിറ്റി ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഉത്തരാഖണ്ഡിലൊക്കെ സ്ലോപ്പ് ഏരിയ ആണ്, അവിടെയൊക്കെ വാഹനങ്ങൾ എത്തുമോ, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടോ, അവൈലബിൾ ആണോ, മെറ്റീരിയൽ ഉണ്ടോ, ഇതെല്ലാം നോക്കണം. വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇതെല്ലാം തരണം ചെയ്യാൻ, അത് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ട ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്നും കൂടി നിയർ ബൈ. In the precious, this previous unit, we have learned about damage assessment. നമ്മൾ പണ്ടത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിച്ച ഡാമേജ് അസസ്മെന്റ്. ആൻഡ് ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ഡിസ്കസ് റീഹാബിലിറ്റേഷൻ. കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡാമേജ് അസസ്മെന്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീഹാബിലിറ്റേഷൻ ഈസ് ടൈപ്സ്, റീകൺസ്ട്രക്ഷൻ, റിക്വയർമെന്റ് ഓഫ് റീകൺസ്ട്രക്ഷൻസ് ആൻഡ് റിലവൻസ് ഓർ റിക്കവറി ആസ് വെൽ എ പ്രോബ്ലംസ് ഇൻ റിക്കവറി. അപ്പൊ റിക്കവറി ചെയ്യാൻ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, അതേമാതിരി റിലവൻസ്, റീകൺസ്ട്രക്ഷൻ മെത്തേഡ് എന്താണ്, എന്തെല്ലാം ഇതാണ് നമ്മളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതില് റീഹാബിലിറ്റേഷൻ ഈ ക്ലാസിഫൈഡ് ആസ് ഫിസിക്കലായിട്ട് റീഹാബിലിറ്റേഷൻ, സോഷ്യലായിട്ട് റീഹാബിലിറ്റേഷൻ, എക്കണോമിക് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, സൈക്കോളജിക്കലായിട്ടുള്ള റീഹാബിലിറ്റേഷൻ. സപ്പോസ് ഒരു അപകടം നടന്നു വിചാരിക്കുക, അതെന്താണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇതിലെ നമ്മളെ ഫിസിക്കലായിട്ടുള്ള കാര്യം ആദ്യം പറയാം. നമ്മളെ ഫിസിക്കലായിട്ടുള്ള നമ്മളെ റീഹാബിലിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കോളൂ, ചിലപ്പോൾ വാട്ടർ, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഫിസിക്കലായിട്ട് പിന്നെ ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രിസിറ്റി, ഓക്കെ, ഇതൊന്നും റെയിൽവേയുടെ, അതായത് ബിൽഡിങ്, റെയിൽവേസ്, ഹൗസ്, വാട്ടർ സപ്ലൈ, ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇലക്ട്രിസിറ്റി, നെറ്റ്വർക്ക് കംപ്ലീറ്റ് ഇതൊക്കെ അപകടത്തിലായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതായത് ടെക്നിക്ക് ഉപയോഗിച്ച് രണ്ടാമതും പ്രവർത്തിപ്പിക്കണം. ഇനി സോഷ്യൽ റീഹാബിലിറ്റേഷൻ, ശ്രദ്ധാപൂർവം കേൾക്കണം. സോഷ്യൽ റീഹാബിലിറ്റേഷൻ. സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പിന്നെ ഇതിൽ ഒരു എന്താ വെച്ചാൽ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ്. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ ഈ റെഗുലറായിട്ട് കൗൺസിലിംഗ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ചിലപ്പോൾ എന്തുണ്ടറിയോ, ആളുകൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് കൗൺസിലിംഗ് വളരെ അത്യാവശ്യമായിട്ട് വരും. കാരണം അവർ വളരെ സിറ്റുവേഷൻ, വളരെ പൈസ പോയി, ബിൽഡിങ് പോയി, എല്ലാം നശിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് കൗൺസിലിംഗ് ഇതെല്ലാം നടക്കേണ്ടി വരും. എഡ്യൂക്കേഷണൽ കമ്മിറ്റീസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഫൈൻഡിങ് റീസൺസ് ഹു കുഡ് കണ്ടക്ട് എഡ്യൂക്കേഷൻ, അവരെ അവയർനെസ് കൊടുക്കേണ്ടി വരും, അവയർനെസ്. ഓക്കെ, പിന്നെ ദെൻ running vigorous program related to it, finding reasons who could conduct education, providing day care, അതായത് കുട്ടികളെ, അതായത് നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ഓൾഡ് ഏജ് ഹോംസ്, വയസ്സന്മാരായ ആളുകളെ അല്ലെങ്കിൽ ചിലപ്പോൾ അനാഥരായ ആളുകൾ ഉണ്ടായിരിക്കും, അവരെ റീഹാബിലിറ്റ് ചെയ്യണം. ഓൾഡ് ഏജ് ഹോമിലാക്കിയപ്പോൾ അവർക്ക് ഭക്ഷണം, ആരോഗ്യം ഇതെല്ലാം നോക്കണം. ഇടയ്ക്ക് ഡോക്ടർ ചെക്കപ്പ് ഇതെല്ലാം നടത്തണം. ഓൾഡ് ഏജ് ഹോംസ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിംഗ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഭക്ഷണങ്ങളും ഇതെല്ലാം കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കമ്മ്യൂണിറ്റി സെന്റർ, ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഫുഡ് ഐറ്റംസ് മറ്റേതൊക്കെ. അപ്പൊ അങ്ങനത്തെ സെന്റേഴ്സ് പിന്നെ അത് വേണം. പിന്നെ ഫണ്ട് ദെൻ അതിന് ശേഷം നമ്മൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, ഓൾഡ് ഏജ് പേഴ്സൺസിനും വുമണും ചിൽഡ്രനെയും വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കണം. ഇനി
എക്കണോമിക് റീഹാബിലിറ്റേഷൻ. എക്കണോമിക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അപകടം പറ്റുന്ന സമയത്ത് എല്ലാം പോയിട്ടുണ്ടാവും, പൈസ എല്ലാം പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്ച്വൽ ആൻഡ് എത്ര ലോസ്, എത്ര എന്തെല്ലാം അസാഡ്, ബുദ്ധിമുട്ടുകള്, കമ്പൽഷൻസ്, ഇതെല്ലാം ഗ്രൂപ്പ് നോക്കണം. പിന്നെ അടുത്തത് അതിന് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ എങ്ങനെ ഇപ്പൊ ജീവിക്കുക, എല്ലാം പോയി എങ്ങനെ ഇനി മുമ്പാക്കം കൊണ്ടുപോകുക, അതിനെ പറ്റിയിട്ടും ഗവൺമെന്റോ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസോ തീരുമാനിക്കാം. കാരണം എല്ലാം പോയി നശിച്ച ആളുകളാണ് ഇതിലൊക്കെ കലാമിറ്റിയിലൊക്കെ. അവ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അതിനെ പറ്റിയിട്ട് ഗവൺമെന്റിന്റെ സഹായങ്ങളും പലതും, പല സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ അടുത്തത് പറയാനുള്ളത് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മാനസിക വിഷമങ്ങൾ കണ്ടുവാനുണ്ടായിരിക്കും. അതായത് നോക്കൂ, ഈ സൈക്കോളജിക്കൽ എന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു റീഹാബിലിറ്റേഷൻ ഓഫ് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഇൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വിക്ടിംസ് ജനറലി എക്സ്പീരിയൻസ് മെനി ടൈപ്സ് ഓഫ്. ഈ വിക്ടീമിന് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒന്ന് മാനസിക വിഷമം, രണ്ടാമത് അസുഖങ്ങൾ, മൂന്നാമത് എല്ലാ ഡിപ്പെൻഡൻസും ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അവരുടെ സൈക്കോളജിക്കൽ ക്രൈസിസ്, സ്ട്രെയിൻസ് കണ്ടമാനമായിരിക്കും. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് കൊടുക്കണം, വിക്ടിംസിന് സഹായങ്ങൾ കൊടുക്കണം. അതേമാതിരി അവരുടെ ദയനീയത വളരെയധികം നമ്മളെ പിന്നെ ആദരപൂർവം നമ്മളതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. ഇനി റീകൺസ്ട്രക്ഷനിലെ ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിങ്, അറേഞ്ച്മെന്റ് ഫോർ റീകൺസ്ട്രക്ഷൻ. പിന്നെ ഒരു പടി പൈസ ചെലവുള്ളതാണത്. റീകൺസ്ട്രക്ഷൻ, വീടുകളെല്ലാം പണിയണം, റോഡുകളെല്ലാം പണിയണം, പാലങ്ങൾ പണിയണം, സ്കൂൾസ് പണിയണം, ഇലക്ട്രിസിറ്റി ഇത് വേണം, എല്ലാം ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് വേണം. ഇതിനെല്ലാം കണ്ടമാനം പൈസ വരും. സോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ നമുക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് റോഡ്, വാട്ടർ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി. അതാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അടുത്തത് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്തത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ സർവീസസ്, പ്രൈമറി ഹെൽത്ത് കെയർ, ഓൾഡ് ഏജ് ഹോം ആൻഡ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. അതാണ് പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അടുത്തത് എൻവയോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ എൻവയോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ഓഫ് നെസസറി എൻവയോൺമെന്റ് കണ്ടീഷൻ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ത്രസ്റ്റ് ഏരിയ. ഒരു സ്ഥലത്ത് അപകടങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ അതേ സ്ഥലത്ത് പിന്നീട് വരും. വെള്ളപ്പൊക്കം വന്നാൽ അവിടെ തന്നെ വേറെയും വെള്ളപ്പൊക്കം വരും. ഭൂമി കുലുക്കം ഉണ്ടെങ്കിൽ രണ്ടാമതും അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മളെ കൈകാര്യം ചെയ്യണം. അതായത് ഒന്നങ്ങോട്ട് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്, ഒരു സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് വിചാരിക്കുക, അപ്പുറത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടൊക്കെയാണ് ഡേഞ്ചറസ് ഏരിയ, ഇതൊക്കെ നമ്മൾ ഇയർ മാർക്ക് ചെയ്യണം, അതേ പ്രകാരം പ്രവർത്തിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, യെസ്, ഒരു എർത്ത് ഉണ്ടായാൽ, പിന്നെ ഉദാഹരണം ഗുജറാത്തിൽ പണ്ട് ഒരു വലിയ ഭൂമി കുലുക്കം ഉണ്ടായി. പക്ഷേ അതിൽ പലരും ഓഫർ ചെയ്തു. അതേമാതിരി UNDP, അവര് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അവരും അതേ വളരെയധികം സഹായം ചെയ്തു. ടെക്നോളജീസ് എങ്ങനെ വില്ലേജസിനെ രക്ഷിക്കാം, ഏത് വിധത്തിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം, അതെല്ലാം നോക്കി. അപ്പോൾ UNDP ഷെൽട്ടർ പ്രോഗ്രാം, പിന്നെ വീടുകൾ എങ്ങനെ വെച്ചു കൊടുക്കാം, അതിലൊന്ന് പറയുന്നത് ബിൽഡിംഗ് ലോക്കൽ കപ്പാസിറ്റി, ട്രെയിനിങ് ഓഫ് സെമി സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് മാസൺസ് ഇൻ അസാർഡ് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ. അതായത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വീട് എങ്ങനെ വെച്ചു കൊടുക്കുക. കാരണം അധികം ഭൂകമ്പമുള്ള സ്ഥലത്ത് വലിയ നല്ല ബിൽഡിംഗ് കെട്ടരുത്. പിന്നെ ഇപ്പൊ ജപ്പാനിലൊക്കെ അങ്ങനെയാണ്, അധികം നാശനഷ്ടങ്ങൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ചെയ്തിട്ട് ആളുകൾ കൂടുതൽ മരിക്കില്ല. ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ അതേ വിധമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അവർ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുക, ഏത് വിധത്തിൽ വീട് വെക്കണമെന്ന്. കാരണം ഈ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ ഉദാഹരണം ഞാൻ സിൻസ് യു ആർ ഒരു മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളികളോട് പറയാണ്. ഇപ്പൊ നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇടുക്കി ഡിസ്ട്രിക്റ്റില് അവിടെ ഈ സ്ലോപ്പിംഗ് ഏരിയ, അവിടെ നിന്ന് വീട് വെക്കാനോ ടവർ ബിൽഡിങ്സ് ഒന്നും കെട്ടാൻ പാടില്ല.
അത് പ്രൊഹിബിറ്റഡ് ആണ്. വലിയ വലിയ ഉയരത്തിലുള്ള ബിൽഡിംഗ് ഒന്നും കെട്ടാൻ പാടില്ല. കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കും. കാരണം അതോടുകൂടിയാണ് പോകും. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് തിങ് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇടുക്കി ഡാം, ഇപ്പുറത്ത് മുല്ലപ്പെരിയാർ ഡാം, ഇപ്പുറത്ത് ഒരു 100 വേറെ നദികൾ പോരെ, അനവധി നദികൾ ഇല്ലേ, 100 ഇപ്പുറത്ത് പെരിയാർ, അതേമാതിരിയുള്ള സോമനി. ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥിതി എന്താ പറയുക, ഒരേ റിവറില് ഒരു പെരിയാറിന്റെ തീരെ തന്നെ അനവധി ഡാമുകളാണ്. ഒന്ന് പൊട്ടിയാൽ മറ്റേത് പൊട്ടിയാൽ മറ്റേലേക്ക്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഒരു വിധത്തിലും നേച്ചറോട് കളിക്കരുത്. അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമുണ്ടാവും, പേടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത്രയോ ഇപ്പം ഞാൻ ആൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എസ്പെഷ്യലി ഇന്ത്യ ഡിസാസ്റ്റർ പ്രോൺ ഏരിയയാണ്. ഇപ്പൊ നിങ്ങൾ ആസാമിൽ എത്ര ലക്ഷം ആളുകൾക്കാണ് വെള്ളപ്പൊക്കത്തിൽ വീടില്ലാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നു, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത്, കാരണം ക്ലൈമറ്റിന്റെ ഒരു സ്ഥലത്ത് സപ്പോസ് കർണാടകയിൽ മഴ പെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ മഴ പെയ്യില്ല, തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, മറ്റിടത്ത് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ സംഭവം. അപ്പോൾ ഓരോരോ സംസ്ഥാനം കഴിഞ്ഞ് വേറെ സംസ്ഥാനത്ത് വേറൊരു വിധത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില, അപ്പൊ അതൊക്കെ നമ്മളെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നോ. അപ്പോ ഹെൽപ്പ് ബിൽഡിംഗ്. പിന്നെ അതേമാതിരി ആരെല്ലാം മരിച്ചിട്ടുണ്ടോ ചിലർക്കൊക്കെ, അപ്പൊ ബാക്കി റിമൈനിങ് ആളുകളുടെ ജീവിത രീതി ഏത് വിധത്തിൽ മുന്നോക്കം കൊണ്ടുപോകാം അതും കൂടി നമ്മൾ നോക്കണം. പിന്നെ ഫണ്ടിങ് ആവശ്യമാണ്. റീകൺസ്ട്രക്ഷൻ ഫണ്ടിങ് വളരെയധികം ആവശ്യമുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫണ്ടിങ് ആവശ്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്ന് നോക്കൂ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, NDRF. ആക്ച്വലി ഫോഴ്സ് ആണ്, റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട്. ഇതില് ബൈ മിസ്റ്റേക്ക് ഫണ്ടാണ് എഴുതിയിരുന്നത്. നിങ്ങളുടെ ബുക്കില് ഫണ്ടാണ് എഴുതിയിരുന്നത്, ഫോഴ്സും ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി ഉള്ള സമയത്ത് ഓടിയെത്തുവര്, ദർ ഇസ് എ സെപ്പറേറ്റ് ഫോഴ്സ് ക്രിയേറ്റഡ് ഫോർ ദിസ്. അപ്പൊ അവരുടെ യൂണിഫോം അതുണ്ട്, അവര് ഹെലികോപ്റ്ററിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ എത്തി പറന്നെത്തും അവിടെ കംപ്ലീറ്റ്. ഓക്കെ, അവര് എന്നിട്ട് സഹായിക്കും വെള്ളപ്പൊക്കത്തിലുള്ള ഭൂമി കുലുക്കത്തിലുള്ള. വളരെ അവരുടെ സേവനം വളരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരോടൊപ്പം നമ്മുടെ ലോക്കൽ പോലീസും ഫയർ ഫൈറ്റിങ്ങും നേവിയും എയർഫോഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് ഒറ്റയ്ക്ക് അവരുടെ ഫോഴ്സ് വളരെ കമ്മിയാണ്, പക്ഷെ അവർ ട്രെയിൻഡ് ആണ്. മനസ്സിലായില്ലേ? ഈ വെള്ളത്തിൽ കൂടെ മറ്റാളുകളെ രക്ഷിക്കാനും മറ്റേതൊക്കെ പല വിധത്തിൽ കാട്ടിൽ മറ്റേതിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, വളരെ എക്സ്പീരിയൻസ്ഡ് ആളുകൾ. ഓക്കെ, പിന്നെ അവരെ നമ്മൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ലൈഫ് ഓൾസോ. ശ്രദ്ധിക്കണം, അവരല്ലാണ്ട് നമ്മളെ രക്ഷിക്കും, അവരുടെയും ജീവൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അപ്രകാരത്ത് നാഷണൽ ഡിസാസ്റ്റർ റിസോർട്ട് അതേമാതിരി സ്റ്റേറ്റിലുണ്ട്. അതേമാതിരി ഡിസാസ്റ്റർ റെസ്പോൺസ്, അതായത് നാഷണൽ ഇതിന് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതേ പ്രകാരം സ്റ്റേറ്റിലുണ്ട് SDRF. നമ്മുടെ നേച്ചുറൽ കലാമിറ്റി യഥാർത്ഥത്തിൽ പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ കീഴിലാണ് ശരിക്കും യഥാർത്ഥത്തിൽ വരുന്നത്. പ്രൈം മിനിസ്റ്ററുടെ ഇത് റിലീഫ് ഫണ്ട് ഉണ്ട്, ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, സ്റ്റേറ്റിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ട്, അപ്പോൾ മിറ്റിഗേഷൻ ഫണ്ട് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടനടി അവരെ മിറ്റിഗേറ്റ് ചെയ്യാനും ജനങ്ങൾക്ക് സേവനം ചെയ്യാനും വേണ്ടിയുള്ള ഫണ്ടാണത്. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. Please remember, there are a lot of allegations while using this type of disaster fund utilization. Kindly keep in mind. നമ്മളെ ഈ നാഷണൽ അതേമാതിരി ഇതേമാതിരി വരണ സമയത്ത് പ്രൈം മിനിസ്റ്റർക്ക് അവിടെ യാതൊരു കുഴപ്പമില്ല. പ്രൈം മിനിസ്റ്റർക്കോ ചീഫ് മിനിസ്റ്റർക്കോ റിലീഫ് ഫണ്ടിൽ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ട്. പക്ഷെ ചില കോർണറിന്, നോട്ട് ആൾ ഇന്ത്യ, കോർണറിന് വരുന്നുണ്ട് ഈ ഫണ്ട് സംടൈം പ്രോപ്പർലി നമ്മളത് ഡൈവേർട്ട് ചെയ്യുന്നത് ചില വേറെ കാര്യങ്ങൾക്ക്. അത് പാടില്ല. കാരണം എന്താ അറിയോ, നമുക്ക് പലതും ചെയ്യാൻ കിടക്കുന്നുണ്ട്. പാലങ്ങൾ പണിയണം, വീടുകൾ പണിയണം, റോഡ് പണിയണം, ഇലക്ട്രിഫിക്കേഷൻ വേണം, കൾവെർട്ട്, ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യണം, എന്തെല്ലാം. ചിലപ്പോൾ സ്കൂളുകളുടെ ബിൽഡിംഗ് എല്ലാം പൊളിയുണ്ട്, അപ്പോൾ സ്കൂൾ പണിയണം. ഹെൽത്ത് സെന്റർ ബിൽഡിംഗ് പൊളിച്ച് ഹെൽത്ത് സെന്റർ പൊളിയണം. എല്ലാം ട്രാൻസ്പോർട്ട്, ഇത് ഒക്കെ ഇതൊക്കെ നശിച്ചു പോകുന്നതാണ് ഓരോരോ ഇതിലേ. ഇത് കേൾക്കലെല്ലാം പോയില്ലേ. സോ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫോർത്ത് ഫൈനാൻസ് കമ്മീഷൻ, നോ നാഷണൽ റെസ്പോൺസ് ഫണ്ട്, ഇത് ഞാൻ പറഞ്ഞു, ഇത് സ്റ്റേറ്റിലും ഉണ്ട്. അത് ഹലോ, ഓക്കെ, ഇത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവരുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊരു ആനുവൽ റിപ്പോർട്ട് സ്റ്റേറ്റും അതെ സെൻട്രും അതൊക്കെ ഉണ്ടാക്കും, കൊല്ലത്തിൽ എന്തെല്ലാം ഉണ്ടായിന്ന്, അതിന്റെ എത്ര ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന്.
സ്റ്റേറ്റ് അതേ പ്രകാരം ഓരോ സ്റ്റേറ്റിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഓരോ സ്റ്റേറ്റിലും ഓരോ വിധത്തിലല്ലേ. ചിലയിടത്ത് സൈക്ലോൺ ഉണ്ടാവും, ചിലയിടത്ത് മഞ്ഞ് ഇത് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീരിൽ വേറെ വിധത്തിലായിരിക്കും, സ്നോ ഫാളിങ്ങും മറ്റേ ഇതും കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്, കംപ്ലീറ്റ് എവറിഥിങ് അല്ലേ. എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡ്, അതൊക്കെ. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോന്നുണ്ട്, അതിന്റെ ബാലൻസ് ഷീറ്റും മാനുവൽ റിപ്പോർട്ടും എക്സ്പെൻഡിച്ചറും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഒരു പോയിന്റും കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊന്ന് ശ്രദ്ധിച്ചു പോയി കിട്ടുള്ളൂ. EPI എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ്, EPI. CHG പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. NDRF പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട്. UNDP പറഞ്ഞാൽ UN ഡെവലപ്മെന്റ് പ്രോഗ്രാം. SDRF സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. അടുത്തത് HLC ഹൈ ലെവൽ കമ്മിറ്റി. അടുത്തത് MHA മിനിസ്ട്രി ഓഫ് ആഭ്യന്തര മന്ത്രാലയം. ഓക്കെ. CRF പറഞ്ഞ കലാമിറ്റി റിലീഫ് ഫണ്ട്. CRPF അല്ല, CRF കലാമിറ്റി റിലീഫ് ഫണ്ട്. ദെൻ SEC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് DDMA ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഓരോ ഡിസ്ട്രിക്റ്റിലുണ്ട്. MPLADS MPs മെമ്പർ ഓഫ് പാർലമെന്റ്സ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. അറിയാലോ, ചിലർക്ക് 5 കോടിയൊക്കെ ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, അവരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം ഉണ്ട് ഓരോ MP-മാർക്ക്. അതുമാതിരി CCE ക്രോപ്പ് കട്ടിംഗ് എക്സ്പെൻസസ്. GCES അതായത് ജനറൽ ക്രോപ്പ് എസ്റ്റിമേറ്റ് സർവേ. PMFBY പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കൃഷി അതിന്റെ ഇൻഷുറൻസ്. പിന്നെ അടുത്തത് RWBCIS റീസ്ട്രക്ചേർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. KCC കിസാൻ ക്രെഡിറ്റ് കാർഡ്. IPCC വളരെ ശ്രദ്ധിക്കണം, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഓരോ രാഷ്ട്രങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻസ്. UNFCCC UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. IHR ദി ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ, ഹിമാലയത്തിലെ അത് പ്രത്യേകതയുണ്ട് ഓരോ കാര്യങ്ങൾ. NAPCC നാഷണൽ ആക്ഷൻ പ്ലാനിങ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഈ അബ്രിവേഷനും കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഓക്കെ, അടുത്ത പോയിന്റ് പറയാനുള്ളത് മിറ്റിഗേഷൻ ഫണ്ട്. അതായത് ഓരോരോ ഇതുണ്ടെങ്കിൽ അത് 2005 ആസ് പെർ സെക്ഷൻ 47, അതായത് സെൻട്രൽ ഗവൺമെന്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട്. അതായത് ക്ലോസസ് ഉണ്ട്. അത് മിറ്റിഗേഷൻ പറഞ്ഞാൽ ഡിസാസ്റ്റർ എങ്ങനെ ഓവർകം ചെയ്യാം അതിനുള്ളതാണത് കേട്ടോ. പിന്നെ റെക്കമെൻഡേഷൻ ഫോർ ദ 4th ഫൈനാൻസ് കമ്മീഷൻ. നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ അറിയാലോ, എവറി 5 year ഫൈനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. 14th ഫൈനാൻസ് കമ്മീഷനിൽ ഇത്തരത്തില് ഡിസാസ്റ്റർ വരുമ്പോൾ ഫണ്ട് രൂപീകരിക്കണം എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 14th നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 5 കൊല്ലം 6 കൊല്ലം 5 കൊല്ലത്തെയാണ് സംതിങ് എന്താണ് അതിന്റെ കാലാവധി. അപ്പോൾ അവര് റെക്കമെൻഡ് ചെയ്യും ഓരോ സ്റ്റേറ്റിനും ഇതിനൊക്കെ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് അവരാണ് തീരുമാനിക്കുന്നത്. ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ട് ഇതേമാതിരി ഡിസാസ്റ്റർ ഫണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്, ഓരോരോ വിധത്തിലാണ് നടക്കുന്നത്. പല സ്ഥലത്തും നടക്കുന്നത് ഒരു വെള്ളപ്പൊക്കമാണെന്ന് വെച്ചാൽ മറ്റൊരു സൂര്യതാപം, അതായത് അതുകൊണ്ട് മരിക്കുന്നുണ്ട്, ചൂടുകൊണ്ട് മരിക്കുന്നുണ്ട്, തണുപ്പുകൊണ്ട് മരിക്കുന്നുണ്ട്. കാർഗിലൊക്കെ അറിയില്ല, -20 അങ്ങനെയൊക്കെ ആണ്. അവിടെ ജനങ്ങൾ ജീവിക്കുന്നില്ലേ. ഹിമാചൽ പ്രദേശ് ഇവിടെയൊക്കെ ഐസ് മൂടിയ സ്ഥലങ്ങളുണ്ട്, പല സ്ഥലത്ത് പൈപ്പ് തുറന്ന് വെള്ളം ഉണ്ടാവില്ല, അവിടെ ഡ്രിങ്കിങ് വാട്ടർ, ഇത്രയൊക്കെ ലോട്ട് ഓഫ്. അപ്പൊ ഇന്ത്യ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി ഈ ഹിമാലയൻ ബെൽറ്റ് വളരെ അധികം ഡേഞ്ചറസ് ഏരിയയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എർത്ത് കേക്ക് പ്രോൺ ഏരിയാസ് ആണ് ഹിമാലയൻ ബെൽറ്റ് കേട്ടോ. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ട് അതേമാതിരി കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ പിന്നെ മെമ്പർ ഓഫ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ്, അത് പറഞ്ഞില്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്, അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ MP-മാരുടെ പാർലമെന്റ് ഡെവലപ്മെന്റ് സ്കീം. ഇത്
പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് ഉണ്ട്. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അദ്ദേഹം ആര് പ്രധാനമന്ത്രി ആയിക്കോട്ടെ എവിടെ സംഭവിച്ചു അവർ ഫണ്ട് കൊടുക്കും. അത് ടെമ്പററി റിലീഫ് മാത്രമാണ് കേട്ടോ. പക്ഷേ ആ ഫണ്ടിലേക്ക് നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൺ നമ്മളെല്ലാം സംഭാവന ചെയ്യുന്നുണ്ട്. അത് ടാക്സ് എക്സംഷൻ ഉണ്ട്. കാരണം അതിൽ ഒരു ഹെസിറ്റേഷനും വേണ്ട. കാരണം ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ല പർപ്പസിന് വേണ്ടി മാത്രമാണ്, ജനങ്ങളുടെ ദുരിതം മാറ്റാൻ വേണ്ടി മാത്രമാണ്. അതിലേക്ക് നമ്മളെ ഒരു വിധത്തിലും നമ്മൾ റിസർവേഷൻ വേണ്ട ആവശ്യമില്ല. നമ്മുടെ പൈസ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററോടോ ചീഫ് മിനിസ്റ്ററോ റിലീഫ് ഫണ്ടിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. കാരണം ആ പൈസ പോകുന്നത് നീഡി പേഴ്സൺസ് ആണ്, അഫക്റ്റഡ് പേഴ്സൺസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം, ഇൻഷുറൻസ് സ്കീം ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് സ്കീം പറഞ്ഞല്ലോ, ഓരോരുത്തര് പിന്നെ എന്താ പറയണ്ടേ, പല വിധത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതല്ല, ഇത്തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ്. ഇപ്പൊ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് അല്ലേ? മരിച്ചാൽ ഇതുണ്ടല്ലോ. ഇപ്പൊ ESI, നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, കൈ ഒരു വിരൽ പോയാൽ ഈ വിരൽ പോയാൽ കൂടുതൽ പൈസ, മറ്റുള്ള വിരൽ, അങ്ങനെ ഇതിന് ഓരോതുണ്ട്. ഇൻഷുറൻസിന്റെ ഓരോ ഇതുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, മറ്റേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഫസൽ, അത് ഞാൻ പറഞ്ഞു. റീസ്ട്രക്ചർഡ് വെതർ ബേസ് പറഞ്ഞു. അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളെ കൃഷി ചെയ്യുക. ചിലയിടത്ത് നമുക്ക് കേരളത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യാനായിട്ട് പറ്റുക, അതിനുള്ള കാലാവസ്ഥയുണ്ടോ? അത് പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ അല്ലേ നിരവധി നമ്മുടെ കൃഷി നെല്ല്, അത് വേറെ ചില സ്ഥലങ്ങളിൽ പറ്റില്ല എന്ന് വരും. പറ്റില്ല എന്ന് വരും ചില സമയത്ത്. അപ്പോൾ സീഡ് ക്രോപ്പ് ഇൻഷുറൻസ്. പിന്നെ പൈസ ചിലപ്പോൾ ചിലതുണ്ട്. നമ്മുടെ ചായ, കാപ്പി, കുരുമുളക്, ഏലം, ഇതൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ളതുണ്ട്. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാരണം നമ്മുടെ ഇന്ത്യയിലെ അനവധി ആളുകൾ കുറച്ച് വർഷം മുമ്പേ അനവധി ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടങ്ങൾ കൊണ്ട് ഓരോ ലോൺ തിരിച്ചടയ്ക്കാൻ വയ്യാണ്ട്. കാരണം കർഷകര് അതേമാതിരി കടം മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ കൃഷിയെല്ലാം നശിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളം വന്ന് ചിലപ്പോൾ വെള്ളം വരും, ചിലപ്പോൾ അതായത് ചിലപ്പോൾ അവരുടെ ഇപ്പോൾ തക്കാളി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിളവെടുക്കുന്ന സമയത്ത് അതിന് വിലയുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാലിന് വിലയില്ലാതെ പാല് റോഡിൽ കൂടെ ഒഴുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ടൊമാറ്റോ അതേമാതിരി നമ്മുടെ തക്കാളി അതിന് 1 രൂപ കിലോന്. പക്ഷെ അത് വിളയിക്കാൻ ചിലപ്പോൾ 10 രൂപയും 20 രൂപയും ചിലവായിട്ടുണ്ടോ, ചിലപ്പോൾ 10 രൂപയെങ്കിലും ചിലവുണ്ടോ. എന്നിട്ട് ആ ടൊമാറ്റോ മുഴുവൻ തക്കാളി മുഴുവൻ റോട്ടിൽ നശിപ്പിക്കുന്ന സങ്കടകരമായ ചില കാര്യങ്ങൾ പോകുന്നത്. കാരണം അവരുണ്ടാക്കുന്നതിന് അവർക്ക് പൈസ കിട്ടാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അവർക്ക് എന്തെങ്കിലും വളമോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോണോ എന്തെങ്കിലും എടുക്കണം, ക്രെഡിറ്റ് കാർഡ്. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം തോന്നുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ റിക്കവറിയാണ് അടുത്തത്. റിക്കവറി എന്ന് വെച്ചാൽ നോക്കൂ, ഇതിലെ പിന്നെ കുറേ ടൈം എടുക്കും. അതായത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് റിക്കവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ. ഹിരോഷിമ, നാഗസാക്കി, ഇന്ത്യയിൽ ഭോപ്പാല് ഇതുവരെ റിക്കവർ ചെയ്തില്ല. എൻഡോസൾഫാനിന് കാസർഗോഡ് ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല. അതേമാതിരി അസുഖങ്ങളുള്ളത്, കണ്ണിന് കാഴ്ചയില്ലാതെ, കാലിന് ശേഷിയില്ലാതെ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കും അതേമാതിരി, ഭോപ്പാലിലും ഇതേമാതിരി, ഹിരോഷിമയിലും അതേമാതിരി, നാഗസാക്കിൽ. അപ്പൊ ഈ റിക്കവറി കുറെ സമയം പിടിക്കും ചിലപ്പോ. പിന്നെ ഇതൊക്കെ രണ്ടാമതും പണിയുണ്ട്. ഇതൊക്കെ ഓരോന്ന് നശിച്ചുപോയ ഓരോ സംഗതികളും രണ്ടാമത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് റിക്കവറി വിൽ ടേക്ക് ടൈം ആൻഡ് മണി ഈസ് ആൾസോ റിക്വയർഡ്. സഫിഷ്യന്റ് മണി വേണം. നോക്കുമ്പോൾ അതായത് യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ശ്രീലങ്ക അനവധി കിട്ടാവുന്ന കടങ്ങൾ മുഴുവൻ വാങ്ങി, തിരിച്ചടക്കാൻ നിർത്തില്ല. ഒക്കെ കൂടി എന്താ പറയണ്ടേ, കടത്തല് മുങ്ങി, ഒരു രക്ഷയില്ല. കാരണം എന്താ പറയണ്ടേ, ചിലതൊക്കെ മോർട്ട്ഗേജ് ചെയ്താണ് പ്രോപ്പർട്ടി, മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ അത് റിക്കവർ ചെയ്യാന്ന് വെച്ചാൽ ഒരുപടി അനവധി നമ്മുടെ ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിക്കവറി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് റിക്കവർ ചെയ്യുന്നത്. അപ്പോ അതൊന്ന് ഗ്രൗണ്ട് ഫോർ ദിസ് റിക്കവറി ആക്ടിവിറ്റി. അപ്പൊ ഇതിന് ഐഡന്റിഫിക്കേഷൻ എന്താണ്? ആദ്യം റിക്കവറി എന്താണ് ഇതിന്റെ പ്രശ്നം, അതിന്റെ ഓവറോൾ സ്ട്രാറ്റജി, ഏത് വിധത്തിൽ റിക്കവറി ചെയ്യണം. പിന്നെ പല വിധത്തിലുള്ള റിക്കവറി ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ്, ഇതിന് ഓരോരോ ഓർഗനൈസേഷന്റെ ഹെൽപ്പ് ചിലപ്പോൾ വേണ്ടി വരും.
ചിലത് റിക്കവർ ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ ഓർഗനൈസേഷൻ്റെ ഹെൽപ്പും കൂടി നമുക്ക് ആവശ്യം വരും. അല്ലാണ്ട് നമുക്ക് സിംഗിൾ ഹാൻഡ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഡിവിജ്വൽ പ്രോഗ്രാം ആൻഡ് പ്രൊജക്ട്സ് ഓൺ എ വെൽ സൂപ്പർവൈസ്ഡ് ആൻഡ് കോർഡിനേറ്റഡ് ബേസിസിൽ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴല്ലോ ഈ ഇത്തരത്തിലുള്ളതൊക്കെ വെൽ കോർഡിനേറ്റഡ് ആൻഡ് വളരെയധികം സൂപ്പർവൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഇത്തരത്തില് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് പ്രത്യേകത. ഒരു കാലത്ത് ഇപ്പൊ ഈ ബോംബെയിലൊക്കെ അറബിക്കടലിൽ വെള്ളം കയറിയിട്ട് ഒക്കെ അങ്ങനെ കരയിലേക്കൊക്കെ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അത് മുഴുവൻ ഇതിലെല്ലാം ഇട്ടിട്ട് ഇപ്പൊ വെള്ളം വരില്ല. അപ്പൊ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. അപ്പോൾ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പല നമുക്ക് കുറേയൊക്കെ ചിലത് ഈ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ അതേമാതിരി കോസ്റ്റൽ ബെൽറ്റില് ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ നമ്മൾ പ്രത്യേകം നമ്മളെ ശ്രദ്ധിക്കണം. ഇനി പ്രോബ്ലംസ് ഓഫ് റിക്കവറി പ്രോഗ്രാം ഫോർമുലേഷൻ ഹാസ് ആൾവേസ് ഡിലേഡ്. അതായത് ചില സമയത്ത് വളരെയധികം അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ചില സമയത്ത് നടക്കാറുണ്ട്. പ്ലാനിങ് ഉണ്ടാവാറില്ല. കൗണ്ടർ ഡിസാസ്റ്റർ പ്ലാനും ചിലപ്പോൾ ഉണ്ടാവാറില്ല. എക്സ്റ്റൻസീവ് ഡാമേജ് ആയിരിക്കും. അപ്പം കുറേ ടൈം എടുക്കുന്നത്. ഒരു സിറ്റിന് പോയിട്ടുണ്ടാവേ ചിലപ്പോഴേ ഒരു ടൗണിന് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അതൊക്കെ എടുക്കാൻ സമയം എടുക്കില്ലേ? പൈസയും വേണ്ടേ? റിക്കവറി പ്രോഗ്രാമെ ഇമ്പോസ് അഡീഷണൽ ലാൻഡ് വേണ്ടി വരും. ചിലപ്പോൾ ലാൻഡ് എടുത്തിട്ട് കടലെടുത്തിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ലാൻഡ് ഉണ്ടാവില്ല, അതും കൂടി ഉണ്ടാവും. റിസോഴ്സസ് ഫോർ റിക്കവറി പ്രോഗ്രാം റിസോഴ്സസ് വേണം ഈ റിക്കവറിക്ക്. ഓക്കെ. വേറൊന്ന് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വം. ബിക്കോസ് റിക്കവറിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ മന്ത്രിസഭയിലും എല്ലായിടത്തും. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ, PWD ഇങ്ങോട്ടോ, അഗ്രികൾച്ചർ അങ്ങോട്ടായ കാര്യങ്ങൾ നടക്കില്ല. എല്ലാവരും വെൽ കോർഡിനേറ്റഡ് എഫേർട്സ് ആയിരിക്കണം. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ 2 കൊല്ലം മുമ്പേ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു പുതിയ കേരളം കെട്ടിപ്പടുത്തുണ്ടോ? കാരണം പലതും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അതിനാണ് പറഞ്ഞത് വെൽ കോർഡിനേറ്റഡ് എഫേർട്സ് ആർ റിക്വയർഡ് ടു റിക്കവർ ഫ്രം ദിസ് ടൈപ്പ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. എപ്പോഴും എന്നും സംഭവിക്കും. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ സിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഓരോ സിറ്റി ടൗണ്, അവിടെ നമ്മൾ പ്ലാൻ ചെയ്യാതെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പലതും സംഭവിക്കും. നോക്കൂ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ചണ്ഡീഗഡ്, വെൽ പ്ലാൻഡ് സിറ്റി ഇൻ ഇന്ത്യ എന്നൊക്കെയാണ്. പക്ഷെ നമ്മള് ഇപ്പൊ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ചെന്നൈ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രെയിനേജ് ചിലയിടത്ത് ബ്ലോക്ക്, ഒഴുകിപ്പോയില്ല. പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നു, അങ്ങോട്ട് കയറി മേപ്പെട്ട് ഒഴുകിപ്പോകാൻ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടൗൺ പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇതെല്ലാം നമ്മുടെ ഈ വെള്ളങ്ങളൊക്കെ ഒഴുകിപ്പോകാൻ അഴുക്കുചാലുകളൊക്കെ വളരെ നമ്മൾ പ്രോപ്പറായി ചെയ്തിട്ടില്ലെങ്കിൽ കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരും, പേടിക്കണ്ട. അപ്പൊ ഫ്ലഡ് 2 വിധത്തില്, ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ മഴ പെയ്തിട്ട് ആ കടലിൽ നിന്ന് ഇങ്ങോട്ടും. കാരണം ഈ വേലിയിറക്കുണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം. സീഡ് ഇതിനെ പറയാം ഫോർമുലേഷൻ റിക്കവറി, അതൊക്കെ സംടൈംസ്. ഒരു പ്രശ്നം എന്താ അറിയോ? രാഷ്ട്രീയ അതായത് സഹകരണമില്ലായ്മ. ഒരാൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊരാളെ എതിർക്കും, മറ്റൊരാളൊന്ന് ചെയ്താൽ മറ്റൊരാൾക്ക് എതിർക്കും. ഇതിനൊക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ ടു ഇംപ്ലിമെന്റ് ദിസ് ടൈപ്പ് ഓഫ് തിങ്സ്. ഓക്കെ, അതാണ് പറയുന്നത്. വേറെ ഇനി അപ്പോ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞു. കൺക്ലൂഷൻ ഇൻ ദിസ് യൂണിയൻ ദ ഇഷ്യൂസ് ഓഫ് റിഹാബിലിറ്റേഷൻ, ഓക്കെ, റീകൺസ്ട്രക്ഷൻ, റിക്കവറി ഹാവ് ബീൻ ഡിസ്കസ്. Various types of rehabilitation, namely physical, social, economic and psychological, have been പറഞ്ഞു. Besides describing the concept of reconstruction, its major steps has been made. റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം? എക്കണോമിക്, ഫിസിക്കല്, സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ ഓരോരോ സന്ദർഭത്തിൽ ഞാൻ ഇന്നലെ എല്ലാ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ടുവേർഡ് ദിസ് ആൻഡ് ദി ഡിസ്കഷൻ ഈസ് ഓൺ ദ പ്രോബ്ലംസ്. ഒരു റിക്കവറി ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് അനവധി ഉണ്ടായിരിക്കും. അത് ആൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ നെക്സ്റ്റ് യൂണിറ്റ് ക്ലൈമാറ്റ് ചേഞ്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ യൂണിറ്റ് കേട്ടോ. ലോകം തന്നെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂസ് ഇതാണ്, ക്ലൈമറ്റ് ചേഞ്ച്.
അനർത്ഥങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുന്നതും, കൊടുങ്കാറ്റായിക്കോട്ടെ, അല്ല സൈക്ലോൺ ആയിക്കോട്ടെ, ടൊർണാഡോ ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആകെപ്പാടെ കിടന്നിട്ട് നമ്മുടെ ക്ലൈമറ്റ് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല. അതേമാതിരി വേനൽ സമയത്ത് മഴ പെയ്യും, റെയിനി സീസണിൽ മഴ പെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്ലോബൽ വാർമിങ്, ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഈ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് യൂണിറ്റ് 10 അണ്ടർസ്റ്റാൻഡിങ് വെതർ ആൻഡ് ക്ലൈമറ്റ്. രണ്ടിനും ഡിഫറൻസ്. അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ. ക്ലൈമറ്റ്, നമ്മളെ തണുപ്പ് സ്ഥലത്ത് പോണ സമയത്ത് നമ്മളെ അത് ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയിട്ട് കാശ്മീരിൽ പോയാൽ ആ തണുപ്പ് നമ്മൾ ബിയർ ചെയ്യണ്ടേ, അഡാപ്റ്റേഷൻ സ്വീകരിക്കണ്ടേ. അതേമാതിരി അവിടുത്തെ ഒരാൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ചൂട് അവർ സ്വീകരിക്കണം. അപ്പൊ അഡാപ്റ്റേഷൻ ഈസ് ഓൾസോ very very essential. Now India standing in the recently released Environment Performance Index, അതായത് വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. എവർ സിൻസ് ദി ഇൻഡെക്സ് ഈസ് ഡിസപ്പോയിന്റിംഗ് എവർ. അതായത് എവർ സിൻസ് ദി ഇൻഡെക്സ് വാസ് സ്റ്റാർട്ടഡ്, ഈ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്ത മുതലൊക്കെ ഇന്ത്യ നെവർ സ്കോർഡ് വെൽ. ഈ ഡിസ്മൽ റാങ്കിങ് ഇൻ എയർ ക്വാളിറ്റി ഡസ് നോട്ട് നീഡ് എനി എലാബറേഷൻ. ലോകത്തിലെ വൺ ഓഫ് ദ വെസ്റ്റ് എയർ ക്വാളിറ്റിയിൽ നമ്മുടെ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാം എത്രയാണ്, 150 എത്ര സാധനമാണ്, 179 സാധനം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം അത് ഓരോന്ന്. അപ്പോൾ ഈ ഡിസ്മൽ റാങ്കിങ് ഇൻ അവർ എയർ ക്വാളിറ്റി ഡസ് നോട്ട് നീഡ് എലാബറേഷൻ. ദി ഗവൺമെന്റ് നീഡ്സ് ടു ഗേജ് ദ adequacy of its environmental policies. Economic prosperity and development cannot be used as an argument. ഡെവലപ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തോന്നിയമാതിരി ചെയ്യാൻ പാടില്ല. ഇൻഡസ്ട്രി, പുക മുഴുവൻ, അത് ഫർണസ്, അത് ഇത് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി പറഞ്ഞിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇതിന് ഓരോരോ ആക്ട് ഉണ്ട്, ഫാക്ടറി ആക്ട്, അതനുസരിച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ്. അതേമാതിരി അല്ലെങ്കിൽ ഇത് ശ്വസിക്കുന്നത് നിയർ ബൈ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന്, ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നമ്മുടെ നദിയിലേക്കാണ് തള്ളുന്നത്. ആ നദിയിലത്തെ വെള്ളമാണ് നമ്മൾ ഡ്രിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടാണെങ്കിൽ അതിൽ പലതും അവശേഷിക്കുന്ന ചില വിധത്തിലുള്ള പോയ്സണസ് പല പാർട്ടിക്കിൾസ് ഉണ്ടാവും അതിൽ. ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ഇതായാലും ശരി അതിലുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നൗ നമ്മളിതിൽ പറയാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൽ പറയാൻ പോകുന്നത് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. Climate change is a major global environmental and developmental problem. Though all the possible consequences of climate change are yet to be understood. Understood, it is now established that adverse impacts are likely from an increased frequency of extreme weather, floods and droughts, submergence of coastal area due to sea level. നമ്മുടെ സീ ലെവൽ കൂടിയാണ് മേപ്പെട്ട, അറിയില്ലേ? അതായത് ഞാനതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് ഉരുകി നമ്മുടെ ആർട്ടിക്ക ആ ഏരിയയില്, ഗ്രീൻലാൻഡ് അതേമാതിരിയുള്ള ഏരിയ ഉണ്ട്, അവിടുന്ന് ഐസ്ലാൻഡ് മറ്റു സ്ഥലങ്ങൾ അത് ഉരുകിയിട്ട് കടലിലേക്കാണ് വീണത്. ഉരുകുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലോബൽ വാർമിങ്, ചൂട് കൂടുകയാണ് എയറില്, ഈ എയർ പൊല്യൂഷനും മറ്റേതും. നോക്കൂ, വേറെ കാര്യം, നമ്മുടെ ഓരോ എയർപോർട്ട് നോക്കൂ. ഈ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ പ്ലെയിന് മേപ്പെട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡിങ് ഉണ്ടല്ലേ, ഇതിലെത്ര ആകാശത്തിൽ പുക പോകുന്നത്? അത് ഒരു ദിവസം എത്ര പ്ലെയിനാണ് ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും അതേമാതിരി ബാംഗ്ലൂർ ഇറങ്ങുന്നതും അതേമാതിരി ടേക്ക് ഓഫ് ചെയ്യുന്നതും. അത് എത്ര അധികം പുകയുണ്ടെന്ന് നോക്കും. ഇതൊക്കെ ഞാൻ അതിൻ്റെ കാര്യം മാത്രമല്ല, പലതും അതേമാതിരി നമ്മുടെ ഫാക്ടറീസ് എത്ര ഫർണസും മറ്റേതൊക്കെ മേപ്പിട്ട് പോകുന്നുണ്ട്. കാൺപൂരിൽ ലെതർ ഫാക്ടറി ഉണ്ട്, അത് കംപ്ലീറ്റ് അതൊന്നും അതേമാതിരി നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അത് ക്യാൻസറും മറ്റേതുണ്ട് പലത്. അത് നമ്മൾ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റേഡിയേഷൻസ്, അത് ഞാൻ വരാൻ പോകുന്നതിൻ്റെ പുറമെ ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒന്ന്. അപ്പൊ വെതർ, ഫ്ലഡ്, സബ്മേർജൻസ് ഓഫ് കോസ്റ്റൽ ഏരിയ ഡ്യൂ ടു സീ ലെവൽ റൈസ്. അപ്പൊ സീ ലെവല് കൂടി മേപ്പെട്ട് വരികയാണ്, കീഴ്പ്പെട്ടല്ല പോണ്. അപ്പോ നിയർലി 25 years ഓർ മാക്സിമം 50 years മെനി ഓഫ് ദ പാർട്സ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ചില കോസ്റ്റൽ ബെൽറ്റ് വെള്ളത്തിന്റെ അടിയിലായിരിക്കും. കാരണം ലോ ലെവലായ സ്ഥലങ്ങള് വെള്ളത്തിലായിരിക്കും. കടലിന്റെ വെള്ളം മേപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പേടിക്കാനൊന്നുമില്ല.
നമ്മൾ പ്രിക്കോഷൻ എടുക്കണം അത്രമാത്രം. അത് ആലോചിക്കണം. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ടവർ 26 നില ബിൽഡിംഗ് 38 നില ബിൽഡിംഗ് ഒക്കെ വെച്ചാൽ സ്ഥിതി എന്താണെന്ന് അറിയാലോ. ആൻഡ് എക്സ്ട്രീം ക്ലൈമറ്റ് നിങ്ങൾക്കറിയാമോ, ഇൻ കൊച്ചി ജസ്റ്റ് 1.5 years back, 2 years back or something, 3 ടവർ ബിൽഡിംഗ്, 3 ഐ തിങ്ക് ടവർ ബിൽഡിംഗ്, എത്ര 12 നില 14 നില ഉള്ള ബിൽഡിംഗ് ആണ് നമ്മൾ ഡിമോളിഷ് ചെയ്തത്. കാരണം അത് ഒന്ന് കോസ്റ്റൽ ഏരിയയിലാണ്, 2 മറ്റേതിലാണ്, നമ്മുടെ കടലിൻ്റെ തീരത്ത്. പിന്നെ ഓതറൈസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ കംപ്ലീറ്റ് ബിൽഡിംഗ് തന്നെ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കി. കാരണം എന്താ വെച്ചാൽ അത് ആ സ്ഥലം അതിന് യോജ്യമായ സ്ഥലമല്ല, അലൗഡും അല്ല, പെർമിസിബിളും അല്ല. സോ പൂവർ വുമൺ, ദി ഏജ്ഡ് ആൻഡ് ദ വെരി യങ്, എസ്പെഷ്യലി ഇൻ അണ്ടർഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് ഏരിയ കോണ്ടക്ട്സ് ആർ റിലേറ്റീവ്ലി മോർ. പിന്നെ സാധുക്കളുടെ ആയ ആളുകൾ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഫിഷർമാൻ കമ്മ്യൂണിറ്റി നോക്കൂ, കടലിൻ്റെ തീരത്ത് ഒരു കൊച്ചു വീട് വെച്ചിട്ടൊക്കെ അവിടെയൊക്കെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് എല്ലായിടത്തും. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് ഏരിയ കണ്ടക്ട്സ് ഓർ റിലേറ്റീവ്ലി മോർ വൾണറബിൾ, അവരെയാണ് ഇതിലെല്ലാം ഫേസ് ചെയ്യുന്നത്. കടലിലേക്ക് പോകാൻ പറ്റില്ല, മീൻ പിടിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, കടൽ അങ്ങോട്ട് പോയാൽ വെള്ളം. അതേമാതിരി ഈവൻ അവർ വീടിന് 4 പുറം വെള്ളമായിരിക്കും, വീടും വെള്ളത്തിനുള്ളിലായിരിക്കും. ചിലപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ കിട്ടില്ല, കക്കൂസ് പോകാൻ പറ്റില്ല, അവിടെ എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരിക്കും. വീട്ടിൽ ബെഡ് അതെല്ലാം വെള്ളത്തിലായിരിക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ക്ലൈമറ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ അഫക്റ്റ് ചെയ്യും, ഫിഷറീസ് അഫക്റ്റ് ചെയ്യും, ഫോറസ്ട്രി കാട് മരങ്ങളെല്ലാം വീഴും, ആൻഡ് ലൈവ്ലിഹുഡ് ജനങ്ങളുടെ ചില സമയത്ത് ഇത്തരത്തിലുള്ള കൃഷിയില്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, എല്ലാം ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിത രീതി തന്നെ മാറും, അഡാപ്റ്റ്. അപ്പോൾ നമ്മളെ ഈ സിറ്റുവേഷനൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇനി അണ്ടർസ്റ്റാൻഡിങ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, നോക്കൂ, 2 ഡിഫറൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വെതർ ഈസ് ദി ഡേ ടു ഡേ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് എ chaotic, this thing, non-linear dynamical system. Fundamentally, weather is caused by sun. Weather is caused by sun, Suryan, which heats the air at the planet, building equatorial region more than at either pole. അപ്പം ഇത് ഒന്നത്. പിന്നെ കാലാവസ്ഥ, ചൂടിൻ്റെ സൂര്യൻ്റെ താപം, അതൊക്കെ അനുസരിച്ചിട്ടാണ് വെതർ. അപ്പം ഡേ ടു ഡേ ചേഞ്ച്, ക്വാളിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ നിയർ ദി സർഫേസ് ഓഫ് ദ എർത്ത്, അതാണ് വെതർ. ക്ലൈമറ്റ്. ഇനി ക്ലൈമറ്റ്, ദ ടേം ക്ലൈമറ്റ് ഹാസ് വെരി വൈഡ് വെറൈറ്റി ഓഫ് മീനിങ്സ്. ഓക്കെ, സോ ക്ലൈമറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ സജസ്റ്റ് nature, although rainfall, humidity, മനസ്സിലായില്ലേ? അതേമാതിരിയുള്ള ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ് വരുന്നത്. when we think of climate, it is often the ഓരോരോ ഇതിനെ പറ്റിയിട്ട് എന്താ പറയണ്ടേ, പോസിബിൾ ഷോർട്ടർ ഇമ്പാക്ട് ഓഫ് ദ ക്ലൈമറ്റ് ടു ഇൻക്രീസ് ദ അറ്റ്മോസ്ഫിയർ, കാർബൺ ഡയോക്സൈഡ്, ഇതേമാതിരി ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഇതേമാതിരിയുള്ളതൊക്കെയാണ് ക്ലൈമറ്റിൻ്റെ ഈ ഓരോ വ്യതിയാനത്തിന് കാരണമായി തീരുന്നത്. ക്ലൈമറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ലാർജ് സ്കെയിൽ, ഓക്കെ, pattern of force beginning, okay, to the position of the earth 93 million miles from the sun close. അതേമാതിരി ഇത് ഈ ക്ലൈമറ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ റെയിൻഫോള്, ഹ്യൂമിഡിറ്റി, ഇതേമാതിരിയുള്ള ഓരോ കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടാണ് മറ്റ് വെതർ എന്ന് വെച്ചാൽ സണ്ണിൻ്റെ, സൂര്യൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും മറ്റിതൊക്കെയാണ്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ പറഞ്ഞു. ഇനി ക്ലൈമറ്റ് ചേഞ്ച്, യെസ്, ഇറ്റ് ഈസ് ചേഞ്ചിങ് ആൻഡ് സംടൈംസ് ഫ്രീക്വൻ്റ്ലി, ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ തണുപ്പ്, ഇതേമാതിരിയുള്ള ഓരോ കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് റെഫർ. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കണം. ഇപ്പം ലണ്ടനിലാണ് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ചൂടുന്ന പോകണം, അവിടെ പോയി തണുപ്പായിരിക്കും. അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അത് നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം, ഓരോരോ ഇത് നോക്കിയറിയാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വളരെ എസെൻഷ്യൽ ആണ്. പിന്നെ അടുത്തത്
ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ ദ ഗ്ലോബ്. ഗ്ലോബില് നമ്മുടെ ഇതിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച്. കാരണം ജീവജാലങ്ങൾ, തണുപ്പ് സ്ഥലത്ത് ഏത് മൃഗങ്ങളുണ്ടാകുന്ന, പക്ഷികളുണ്ടാകുന്നത്, ജനങ്ങൾ, ഡെൻസിറ്റി പോപ്പുലേഷൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എടുത്തോളൂ, ജമ്മു കാശ്മീരിൻ്റെ ആ ഏരിയ, ഹിമാചലിൻ്റെ ഏരിയ, ലാഹോർ തിപ്തി ഏരിയ ഒക്കെ ഡിസ്ട്രിക്റ്റാണ്. അവിടെ എവിടെ ജനവാസം വളരെ കമ്മിയാണ്, അധികമില്ല. അവിടെ ഉണ്ട്, ജനവാസം ഇല്ല എന്നല്ല പറഞ്ഞത്. കാരണം പല പ്രശ്നങ്ങളുണ്ട്, റോഡ് ഉണ്ടാവില്ല. അതല്ല, ഇപ്പം നമ്മൾ ടേക്ക് എക്സാമ്പിൾ ബദ്രീനാഥ് ടെമ്പിൾ 6 മാസം അടച്ചിട്ടാണ് റോഡ്. അമ്പലം 6 മാസമായി തുറക്കൂ, കാരണം മുഴുവൻ മഞ്ഞൾ മൂടിക്കൊണ്ടിരിക്കും മുകളിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭൂഖണ്ഡത്തിന് ദിനദിനം അഫക്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റ്. ചിലയിടത്ത് ചൂട്, ചിലയിടത്ത് തണുപ്പ്, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഗ്ലോബൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇനി ഗ്ലോബൽ വാർമിംഗ്, 75% ഓഫ് ദ എനർജി റീച്ചിങ് ഓൺ ദ എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റി, നമ്മളാണ് ഈ ക്ലൈമറ്റിന്റെ പല കാരണക്കാർ. ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പലതും നമ്മളുണ്ടാക്കുന്ന ഇതാണ്. അതേമാതിരി എങ്ങനെയാണ് ചൂട് കൂടാൻ? കോൾ, ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 100 കൊല്ലത്തെ കോൾ സ്റ്റോറേജ് ഉണ്ട് ഇന്ത്യയിൽ, 100 years ഉപയോഗിക്കാനുള്ളത്. ഈ കോള് കത്തിച്ചാൽ ചൂട് ഇത് എവിടേക്കാ പോവുക? ചൂട് ടെമ്പറേച്ചർ എവിടെയല്ലേ പോണേ? ആകാശം ഇത് കംപ്ലീറ്റ് ഇതല്ലേ. അപ്പൊ ഈ ചൂട് ഇത്തരത്തിലുള്ള ചൂടാണ് എയർ പൊല്യൂഷനിലും മറ്റേതിലൊക്കെ വരുന്നത്. നമ്മുടെ മറ്റേ ഐസ് മെൽറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയോ, ഈ ഹിമാലയത്തുനിന്ന് ഉത്ഭവിക്കുന്ന നദികളെല്ലാം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേ വിധത്തിൽ നദിയിൽ വെള്ളം ഉണ്ടാവും. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞിട്ടും വേനൽക്കാലത്ത് ഐസ് ഉരുകിയിട്ടും. ഗംഗ, ബ്രഹ്മപുത്ര, അതേമാതിരി പിന്നെ സത്ലജ്, രവി, ചെനാബ്, ഇതെല്ലാം ഓരോ നദികളുണ്ടല്ലോ, ഇതിലെല്ലാം വെള്ളം ഉണ്ടാവുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഐസ് മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ നോക്കൂ എങ്ങനെയാണ് കാലാവസ്ഥ. അപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. അതേമാതിരി പെട്ടെന്ന് നമ്മളെ ഈ ജമ്മു കാശ്മീരിലോ മറ്റുള്ള കാർഗിൽ ഇതൊക്കെ മഞ്ഞിൽ നമ്മുടെ ജവാന്മാരെ, അവരുടെ മീതെ മഞ്ഞിന്റെ മലകളായിരിക്കും. ചിലപ്പോൾ അത് 3-4-5 ദിവസം അവർ അടിയിൽ എത്രയോ ആളുകൾ ജവാന്മാരുടെ മീതെ ഐസ് വീണിട്ട്, കട്ടകൾ വീണിട്ട്, ഇതൊന്നും വലിയ വലിയ സ്ലൈഡ്സ് വീണിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ ജവാന്മാരുണ്ടായിരിക്കും. അങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ വികൃതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാം. ഇനി ആസിഡ് റെയിൻ. എന്താ ആസിഡ് റെയിൻ? നോക്കൂ, നമ്മുടെ നാച്ചുറൽ ഗ്യാസ്, പിന്നെ വേറെ ഗ്യാസ്, റിഫൈനറീസ്, എത്ര ഫർണസ് ഒന്ന് പോകണം മേപ്പെട്ട്, എണ്ണ ശുദ്ധീകരണശാല, ഇതെവിടേക്കാ പോണ? എയർ പൊല്യൂഷൻ അല്ലേ അത്? നമ്മുടെ ഗോതമ്പ്, നെല്ല് എടുത്തിട്ട് അതിന്റെ വയക്കോല് നമ്മളിതെല്ലാം കത്തിക്കുന്നില്ലേ, അതെവിടേക്കാ പോണ? മേപ്പെട്ടല്ലേ പോണ? ഇതെല്ലാം അപ്പൊ എല്ലായിടത്തും ഇല്ലെന്ന് ചോദിക്കണം. എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഗ്ലോബലായിട്ട് വരുന്നത്. എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. പാകിസ്ഥാനിലും ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല ചില സമയത്ത്. നിങ്ങൾക്കറിയോ, ഈ ഡൽഹി, it is one of the worst city in the world as regard air pollution is concerned. നമ്പർ 1 ആയിരുന്നു, ഇപ്പൊ 10ാം സ്ഥാനമാണ്. വളരെയധികം പ്രിക്കോഷൻ എടുത്തിട്ട്, ട്രാൻസ്പോർട്ടും മറ്റേതൊക്കെ വളരെയധികം പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് അവര്. പിന്നെ അതുകൊണ്ട് 10ാം സ്ഥാനത്തിലായി. വേസ്റ്റ് ആയിരുന്നു. എന്താ കാരണം? കാരണം അവരുടെ കുറ്റമല്ല. അവരുടെ കുറ്റം വാഹനങ്ങളെ കണ്ടവാൻ. കാരണം ക്യാപിറ്റൽ സിറ്റിയാണ്. എല്ലാ സ്റ്റേറ്റിലത്തെയും ചീഫ് മിനിസ്റ്റർമാരും മറ്റേ ഇതൊക്കെ അവിടെ വന്നിട്ട് മുഴുവൻ വാഹനങ്ങളുടെ ഇതാണല്ലോ. പിന്നെ ഡൽഹി എയർപോർട്ട് ഇതൊക്കെ അതിന്റെ പുറം ഇതല്ല. ഇതിനെക്കാളും വലിയ ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഈ സ്ഥലങ്ങളിൽ UP ഇവിടെ കൃഷി ചെയ്തിട്ട് അതെല്ലാം കത്തിച്ചു കളിയവര്. മറ്റേത് ഇതിന്റെ ഇതുണ്ടല്ലോ, അവശിഷ്ടം, നെല്ലും ഗോതമ്പൊക്കെ എടുത്തതിന് ശേഷം ആ കത്തിച്ചു കളഞ്ഞ മുഴുവൻ പുക അങ്ങോട്ട് ഡൽഹിക്കാ വരിക. അപ്പൊ ഡൽഹി കണ്ണ് കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചെന്ന് ഇടിക്കും, കണ്ണ് കാണില്ല. കുട്ടികൾ സ്കൂളുകളുടെ ഹോളിഡേ ഡിക്ലെയർ ചെയ്യും പല പ്രാവശ്യവും. കാരണം ക്ലൈമറ്റ് പൊല്യൂഷൻ കൊണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കും ചില സമയത്ത്. നമ്മുടെ അടുത്തുള്ള ഡൽഹിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, കെമിക്കൽസ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഇതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ആകാശത്തേക്ക് പോകുന്നു, കെമിക്കൽ ആവുന്നു. അത് കഴിഞ്ഞത് ചൂടുകൊണ്ട്
അതിൻ്റെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് അത് ആസിഡ് റെയിനായിട്ട് പരിണമിക്കുന്നു. ഓക്കെ, ഫൈനലി റിട്ടേൺ ടു ദ ഗ്രൗണ്ട്. ആകാശത്ത് നിന്ന് കീഴ്പെട്ട് തന്നെ അത് വരുന്നു, അത് ആസിഡ് റെയിനായിട്ട് വരുന്നു. അതുകൊണ്ട് ഇനി അടുത്തത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ശുദ്ധവായു ഡിപ്ലീഷൻ. ശുദ്ധവായു എവിടെ കിട്ടുന്നത്? ശുദ്ധവായു ശുദ്ധജലം കിട്ടുന്നത് എവിടെ? വെള്ളം കിട്ടുന്നത് മുഴുവൻ അഡൾട്ടറേറ്റഡ് മറ്റു ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ പലതും. എവിടെ അറിയോ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം ലോകത്തില്? ചിലി. നമ്മുടെ കിട്ടുന്ന വെള്ളം ഭയങ്കര ഹൈലി പൊല്യൂട്ടഡ് ആണ്. ബോംബെ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ. ഡൽഹിയിൽ യമുനൊക്കെ കണ്ടാൽ എല്ലായിടത്തും, ഞാൻ കൂടുതൽ പറയുന്നില്ല ഓരോ സ്ഥലത്തിന്റെ. അപ്പോൾ ഓസോൺ ലെയർ നമുക്ക് ശ്വസിക്കാനുള്ള ആ ഓക്സിജൻ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഡിപ്ലീഷനാണ്. ലെവൽ കീപ്പട്ടെ, കാരണം ശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതല്ലേ ആസ്മ രോഗമൊക്കെ വരണം. ചിലവരൊക്കെ ഡൽഹിയിൽ പോയിട്ട് താമസിക്കാൻ പറ്റില്ല, ആസ്മ രോഗികൾക്ക്. മനസ്സിലായില്ലേ? അതാണ് ശുദ്ധവായു ലഭിക്കുക ചിലയിടത്ത്. ഞാൻ ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് ഡൽഹി മാത്രമേ ഉള്ളൂ, അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. ഇനി ഞാൻ പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓസോൺ ലെയർ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ബേസിക്കൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഈ ന്യൂക്ലിയറിന്റെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഡെത്ത് മാത്രമല്ല, അതായത് സിംഗിൾ ന്യൂക്ലിയർ ആക്സിഡന്റ് കോസ് ലോസ് ഓഫ് ലൈഫ്, ലോങ് ടേം ഇൽനസ്, ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, ഓക്കെ, ലാർജ് സ്കെയിൽ ഡിസോർഡേഴ്സ്, കയ്യിനും കാലിനും ശേഷിയുണ്ടാവില്ല, മരണം. അതിൻ്റെ പുറമെ ഡീക്കേഡ്സ് ആഫ്റ്റർ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീട്ടിലൊരു കുടുംബത്തിലോ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ടു കം ഇത് ബാധിക്കും. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ന്യൂക്ലിയർ ആക്സിഡന്റില് നിങ്ങൾ മാത്രമല്ല മരിക്കുക, നിങ്ങളുടെ കുടുംബമെല്ലാം മരിക്കുക. അതായത് ആ ഇത് മറ്റേ ജനറേഷൻ ബൈ ജനറേഷൻ അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലെ അനവധി ന്യൂക്ലിയർ പ്ലാന്റ്സ് ഉണ്ട്. ഞാനിത് നമ്മുടെ ഇന്ത്യന് നമ്മുടെ നാലുപുറം നമുക്ക് ന്യൂക്ലിയർ ഇതാണ്, പാകിസ്ഥാനും ചൈനയ്ക്ക്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, റിയാക്ടേഴ്സ് ഉണ്ട്, ഇതുണ്ട് സെന്റർ, കക്രപ്പാറ, താരാപൂർ, നറോറ, അങ്ങനെ. ഇപ്പൊ എനിവേ ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഓൾ ദീസ് തിങ്സ്, ദോ ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദീസ് കമ്പനീസ് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഒക്കെ നന്നായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഓരോ കാര്യങ്ങൾ. ഇതിലെ അനവധി റിയാക്ടർ ഇതുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്. വളരെ സെക്യൂരിറ്റി ഉള്ളതാണ് നമ്മുടെയൊക്കെ. വളരെ മോഡേൺ സേഫ്റ്റി, ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ റൂൾസ് ഫോളോ ചെയ്യുന്നതാണ്. ഒരു വിധത്തിലും ആക്സിഡന്റ് സംഭവിക്കാതെ, അതിൻ്റെ വേസ്റ്റ് നമ്മുടെ കടലിലേക്ക് പതിയാതെ. കാരണം അതിൻ്റെ വേസ്റ്റ് കടലിലേക്കൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെ നിറം, മീനിൻ്റെ നിറം റെഡായിരിക്കും. ആ റെഡ് മീൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചാൽ ഗർഭിണികൾ 6 മാസം തന്നെ ആകുമ്പോഴേക്ക് കുട്ടി ശരീരത്തിൽ വെച്ച് അതിന് വയറ്റിൻ്റെ ഉള്ളിൽ അതേമാതിരി അനവധി കുട്ടികളുടെ മഹാരോഗങ്ങൾ, കണ്ണ്, ചെറിയ കണ്ണ്, വീർത്ത് മൂത്ത്, ചോന്ന തൊലി, അതേമാതിരി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ചുണ്ടുകളെല്ലാം വിടർന്ന്, അങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, അച്ഛന് മാത്രമല്ല, മകനും പറ്റും, മകന്റെ മകനും പറ്റും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ന്യൂക്ലിയർ അതല്ലേ നാഗസാക്കി, ഹിരോഷിമ. ഓഫ് കോഴ്സ് അവിടെ വേറെയാണ് സംഭവിച്ചത്. അതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിരിക്കും ന്യൂക്ലിയർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ മരണം, റേഡിയോ ആക്ടിവിറ്റിയുടെ, ക്യാൻസർ, ജനറിക് ഡിസോർഡർ, ഡെത്ത്, പിന്നെ ഡിക്കേഡ്സ് ഓഫ് ഇത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ്. ജനറേഷൻ ബൈ ജനറേഷൻ അഫക്റ്റ് ചെയ്യുന്നത് ഇതിനെ പറ്റി. പിന്നെ അപ്പോൾ ന്യൂക്ലിയർ ആക്സിഡന്റ് വേണ്ടി. ഇനി ക്ലൈമറ്റ് വൾണറബിലിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. വൾണറബിലിറ്റി നമ്മുടെ പലതും, ചില ഓരോന്നും വൾണറബിലിറ്റി. ഹെർത്ത് കേക്ക് ആയിക്കോട്ടെ ചില ഏരിയ അതായിരിക്കും, ബ്ലഡ് ആയിക്കോട്ടെ ചില ഏരിയ ഉണ്ടാവും. അങ്ങനെ വൾണറബിലിറ്റി ഏരിയ, ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാനുള്ള കുറേ പറഞ്ഞതാണ്. അപ്പൊ നാഷണൽ കോണ്ടക്സ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ
63% ഓഫ് ഇന്ത്യ ഡ്രോട്ട് പ്രോൺ ആണ്. നമ്മുടെ 63% ഡ്രോട്ട് പ്രോൺ, 12% ഫ്ലഡ് പ്രോൺ, 68% നമ്മുടെ ഡ്രൈ ഏരിയയാണ്, 12% ഫ്ലഡ് ഏരിയയാണ്, സൈക്ലോൺ അതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫിഷറീസും മറ്റേ ഇതും അഗ്രികൾച്ചറും ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഫോറസ്റ്റ്, ടൂറിസം, അനിമൽ ഹസ്ബൻഡറി, ഇതൊക്കെ നമ്മളെ നാഷണൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞ ഇന്ത്യയുടെ ഇത് നോക്കുമ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ചേഞ്ച്, വൾണറബിലിറ്റി, ഹോട്ട്സ്പോട്ട്, ക്ലൈമറ്റ് ചേഞ്ച്. നോക്കൂ, നമ്മുടെ ബ്രഹ്മപുത്ര ഡെൽറ്റ, അതേമാതിരി മഹാനദി, കൃഷ്ണ, ഗോദാവരി, അതേമാതിരി അതിൻ്റെ ഡെൽറ്റ കൺസിഡേർഡ് ഓൺലി ഫോർ ഓരോരോ അതിൻ്റെ ഏരിയയിൽ അതിൻ്റെ ചില, അതായത് അവിടുത്തെ വൾണറബിലിറ്റി ഹോട്ട്സ്പോട്ടാണ്. ക്ലൈമറ്റിന്റെ ചില ഇത് സംഭവിക്കും, ഇന്ന സ്ഥലങ്ങളിൽ സംഭവിക്കും. അതേമാതിരി അത്തരത്തിലുള്ള ചില ഏരിയാസ് ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും പേടിക്കേണ്ടത് മഹാനദിയുടെ കൃഷ്ണ, ഗോദാവരി, അതേമാതിരി ചില വെസ്റ്റ് കോസ്റ്റ്, ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ, അവിടെയൊക്കെ ചിലപ്പോൾ ഇതേമാതിരി അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ, ഇവിടെ വേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹിമാലയത്തിന്റെ ഒന്ന് ഐസ്, രണ്ടാമത് എർത്തുക്വേക്ക് പ്രോൺ ഏരിയയാണ്. നമ്മുടെ പീഠഭൂമി, അതായത് ചില സമയത്ത് നമ്മുടെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡ്. അപ്പോൾ ഭൂമി കുലുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ചില പ്ലേറ്റ് കുറച്ച് സ്ലോപ്പ് ആയിട്ട് വരികയാണ്. അതാണ് ഈ ഹിമാലയൻ റീജിയന്റെ പ്രത്യേകത. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഇത് വരുന്നത്, അഡാപ്റ്റേഷൻ എത്തരത്തിൽ സംഭവിക്കുന്നു, അതേമാതിരി നമ്മൾ അത് കണ്ടുപിടിക്കണം. അതേപ്രകാരം നമ്മൾ അത് ഈ ഐഡന്റിഫൈയിങ് അഡാപ്റ്റേഷൻ ഓപ്ഷൻസ്, പിന്നെ അപ്രൈസിങ് അഡാപ്റ്റേഷൻ, ജനങ്ങളെ അവയർനെസ് കൊടുക്കണം, പ്ലാനിങ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ പ്ലാനിങ് ഹിമാലയത്തിന്റെ അവിടെ നിങ്ങൾ ഡാമൊന്നും കെട്ടരുത്, അവിടെ വലിയ വലിയ ബിൽഡിംഗ് കെട്ടരുത്, കംപ്ലീറ്റ് ഇടിഞ്ഞു വീഴാനുള്ള സ്ഥലം, സ്ലോപ്പിംഗ്, ഇതാണ് അവിടെ. ക്ലൈമറ്റിക് ഇത് വളരെ വളരെ സെൻസിറ്റീവ് ആണ്. അവിടെ ഈ പ്ലാനിങ് ഇംപ്ലിമെന്റിങ് വളരെ വളരെ അതേമാതിരി ഇത് അപകടം പിടിച്ചാണ്. മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ അതും വളരെ ആവശ്യമാണ്. അപ്പം അഡാപ്റ്റേഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച് ഹിമാലയൻ റീജിയനിൽ നമ്മൾ പല പ്രോഗ്രാംസും നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഇത് പല പോളിസീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യണം, ഇതെല്ലാം സംഭവിക്കുന്നുണ്ടോ, ഇതിന് സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്, എൻവയോൺമെന്റൽ മിനിസ്ട്രി ഉണ്ട്. ഇന്ന് എന്ത് പ്രൊജക്റ്റിനും എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഈസ് വെരി എസെൻഷ്യൽ. എല്ലാ പ്രൊജക്റ്റിനും നിങ്ങളവരുടെ സ്കൈ വാക്ക് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വല്ല ബിൽഡിംഗ് പണി ആയിക്കോട്ടെ, ടവർ ബിൽഡിംഗ് ആയിക്കോട്ടെ, റോഡ്, ഹൈവേ, നാഷണൽ, എല്ലാം, ഈവൻ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ്, അതേമാതിരി ന്യൂക്ലിയർ പവർ പ്ലാന്റ്, എല്ലാം ക്ലിയറൻസ് വേണം. അതിന് കാരണം ഇതന്നെ. അപ്പോ ഇനി ഇതിന്റെ കൺക്ലൂഷൻ, global warming is perhaps the biggest challenge that the humankind is facing presently. അപ്പോൾ നമ്മളെ ഗ്ലോബൽ വാർമിങ് വളരെയധികം നമ്മുടെ ചാലഞ്ചാണ്, ഹ്യൂമൻ കൈൻഡിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നോക്കുള്ളൂ പല വിധത്തിലും, ഫ്ലഡ് ആയിക്കോട്ടെ, എർത്തുക്വേക്ക് ആയിക്കോട്ടെ, മറ്റേ അഗ്നിപർവ്വതം ആയിക്കോട്ടെ, റേഡിയേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലേ? മാൻ ഹാസ് ദ ഓണേഴ്സ് ഓഫ് പ്രൊട്ടക്ടിങ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ ഡിസാസ്ട്രസ് വേ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോ നമ്മുടെ ഭൂമി, പ്ലാനറ്റ്, ഇതൊക്കെ നന്നാവണച്ചാൽ അത് നമ്മൾ തന്നെ ആലോചിക്കണം. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള എയർ പൊല്യൂഷനോ, വാട്ടർ പൊല്യൂഷനോ, ലാൻഡ് പൊല്യൂഷനോ ഇത് കഴിയുന്നതും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആവണം. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ കോർഡിനേറ്റഡ് എഫേർട്ട് വേണം. സോ ഗ്ലോബലി ഓൾ നേഷൻസ് ആർ വർക്കിംഗ് ഓൺ ദർ സ്ട്രാറ്റജീസ് ടു കംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഇന്ന് ഇന്റർനാഷണൽ ഇതിൽ വളരെയധികം സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോ എന്താണ് പറയുന്നത് വെച്ചാൽ എല്ലാ രാഷ്ട്രങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. So the climate change is the biggest environmental emergency that the earth faces today. This inevitable disaster has a multitude of serious implications for both environment and human society. In accordance with this unit discuss various aspects of climate. അപ്പോൾ വളരെ ഇന്നവിറ്റബിൾ ഡിസാസ്റ്റർ ആയിരിക്കും ചില സമയത്ത്. ചില സമയത്ത് ബിൽഡിംഗ് കെട്ടാൻ പാടില്ലാത്ത ബിൽഡിംഗ് കെട്ടി, അതേമാതിരി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഓൾ ഓവർ ദ വേൾഡ് ഇൻക്ലൂഡിങ് അവർ ഇന്ത്യ, അതിന് നമ്മളെ സയന്റിസ്റ്റൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ശ്രദ്ധാപൂർവം നമ്മുടെ
കേട്ടുകൊണ്ടിരിക്കണം, മാത്രമല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഓരോരോ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇതിന് അറ്റ്മോസ്റ്റ് പ്രിയോറിറ്റി നമ്മൾ കൊടുത്തേ പറ്റൂ. ഗവൺമെന്റിന്റെ ഡയറക്ഷൻസും എൻവയോൺമെന്റ് മിനിസ്റ്ററും നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ പ്ലാനറ്റ് വളരെ നല്ല വിധത്തിൽ ആക്കണം. താങ്ക് യു വെരി മച്ച്.